തീർച്ചയായും കാരൂരിലെ ദാരുണമായ സംഭവത്തിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം വിജയുടെ രാഷ്ട്രീയ പാർട്ടി ഈ തമിഴ് വെട്രി കഴകത്തിന് തന്നെയാണ്. പക്ഷേ ഇതിനെ അതിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ കഴിയില്ല. ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു അരാഷ്ട്രീയമായ മാനസികാവസ്ഥയെ ഇതിൽ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റിനെയും ഫാൻ ഫോളോവറെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ താരങ്ങൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ രാഷ്ട്രീയക്കാരാകുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ സെലിബ്രിറ്റികളാകുമ്പോൾ സംഭവിക്കുന്ന അനിവാര്യമായ ദുരന്തം കൂടിയാണ് കാരൂരിലേത്. ഇപ്പോൾ നമ്മൾ ഫാസിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഉംബർട്ടോ എക്കോ 14 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യനോടുള്ള അതിര് കവിഞ്ഞ ആരാധന എന്ന് പറയുന്നത് അത് ഫാസിസത്തിൻ്റെ 14 ലക്ഷണങ്ങളിൽപ്പെട്ട ഒന്നാണ്. പലപ്പോഴും ഫാസിസത്തിനെതിരെ, സംഘപരിവാർ ഫാസിസത്തിനെതിരെയൊക്കെ ശക്തമായ ഭാഷയിൽ സംസാരിച്ചിട്ടുള്ള, നമ്മുടെ കയ്യടി നേടിയിട്ടുള്ള ഒരാൾ തന്നെയാണ് വിജയ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ പറയുന്ന അതിനെതിരെ കൗണ്ടറുകൾ രൂപപ്പെടുത്തുമ്പോൾ പോലും വിജയെ നയിക്കുന്നത് ഈ ഫാസിസ്റ്റ് എലമെൻസ് തന്നെയാണ്. ആൾക്കൂട്ടം തനിക്ക് കൈയടിക്കാൻ വേണ്ടിയുള്ളതാണ്, അതൊരു അടിമക്കൂട്ടമാണ്, 10 മണിക്കൂർ പൊരുവെയിലിൽ തന്നെ കാത്തു നിൽക്കാൻ നിയുക്തരായ ആളുകളാണ്, അവരുടെ വിശപ്പും ദാഹവും തനിക്ക് വേണ്ടി സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണെന്നൊക്കെ പറയുമ്പോൾ അത് മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെയും രാഷ്ട്രീയക്കാരനെയും വ്യതിരക്തമാക്കുന്ന ഒന്നിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട സമയമാണ്. അത് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ മാത്രമല്ല, ഈ പറയുന്ന ഗ്രൗണ്ടിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് തമിഴ്നാട്ടിലാണ്. പക്ഷേ പൊതുവിൽ രാഷ്ട്രീയത്തിൻ്റെ സെലിബ്രിറ്റി വൽക്കരണം, ഈ പറയുന്ന താരാരാധന, തങ്ങളുടെ നേതാവ് തെറ്റ് ചെയ്യാൻ കഴിയില്ല, അദ്ദേഹത്തിൽ രക്ഷകനെ കാണുക എന്നൊക്കെ പറയുന്നതിനെ ഒരു രാഷ്ട്രീയമായി ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും അത്തരം സെലിബ്രിറ്റികൾ ഉയർന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയേണ്ടത് രാഷ്ട്രീയമായ ബാധ്യതയാണ്. അതൊരു ഈ പറയുന്ന ആധുനിക ജനാധിപത്യം എന്ന് പറയുന്നത്, ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ആധുനിക മൂല്യമാണ്. ആരാധന എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ മൂല്യവ്യവസ്ഥയുടെ ഭാഗമാണ്. അപ്പോൾ ഇത് 2 മൂല്യവ്യവസ്ഥകൾ തമ്മിലുള്ള പോരാട്ടമാണ്. അതിന് ആധുനികമായ മൂല്യവ്യവസ്ഥയുടെ കൂടെ നിൽക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് നമ്മൾ. ശരി, ഞാൻ ചോദിക്കുന്ന അനൂപ്, ഇതിനകത്ത് കുറച്ചുകൂടെ അപ്പുറത്തെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ തമിഴ്നാട്ടിലെ മുഴുവൻ നടന്ന് വലിയ പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. ദ്രാവിഡ മുന്നേറ്റ കഴകത്തെ മാരകമായി അദ്ദേഹം ആക്രമിക്കുകയാണ് പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പക്ഷെ നമുക്കറിയാം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും അതിൽ DMK എടുക്കുന്ന പൊസിഷൻ എന്താണെന്ന് അറിയാം, DMKയുടെ സ്വീകാര്യതയും അറിയാം. ഇപ്പോൾ ഇന്ത്യയുടെ ഇന്നത്തെ പൊതുവായ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് വിജയ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഈ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ പ്രസക്തി എന്താണ്? അദ്ദേഹം ഒരു താരമാണ്, താരത്തിന് രാഷ്ട്രീയത്തിലെങ്ങനെ ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആഗ്രഹമാണത്. അതിനപ്പുറം വിജയ് മുന്നോട്ട് വെക്കുന്ന ഈ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് സത്യത്തിൽ എന്താ പ്രസക്തി എന്താണ്? അതിനെ ഇന്ത്യയിലെ മതനിരപേക്ഷ സമൂഹം എന്തുമാത്രം പ്രതീക്ഷയോടെ കാണേണ്ട ഒരു കാര്യമാണ്? അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഇപ്പോഴത്തെ ഇന്ത്യയിലെ സെക്യുലർ സ്പേസ് ഇങ്ങനെ ഒരു പാർട്ടിയെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ. അല്ല, ഇവിടെ ഇപ്പോൾ സ്റ്റാലിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ബദലായി ഒരു പുതിയ രാഷ്ട്രീയം പറയുകയും അത് ഈ പറയുന്ന കേരളത്തിലെ പോലെ സംഘപരിവാറിൻ്റെ വിരുദ്ധപക്ഷത്ത് നിൽക്കുന്ന 2 രാഷ്ട്രീയ മുന്നണികളെ പോലെ രൂപപ്പെടുന്നതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ അത് തുടക്കത്തിൽ തന്നെ പരാജയപ്പെടുകയും ഈ പറയുന്ന നമ്മൾ സ്റ്റാലിനെ കുറിച്ച് പറയുന്നു. സ്റ്റാലിൻ കരുണാനിധിയുടെ മകനായിരിക്കുമ്പോൾ തന്നെ വളരെ ചെറുപ്പത്തിൽ ജയിൽവാസം അനുഷ്ഠിച്ച ഒരാളാണ്, അതിലൂടെ കടന്നുപോയ ഒരാളാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സന്ദർഭത്തിലും സ്റ്റാലിൻ ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് പ്രൂവ് ചെയ്തു. അദ്ദേഹം ഉടനടി ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ കോൺഗ്രസിൻ്റെ MP ആയ ജ്യോതിമണി വരുന്നുണ്ട്. അത് രാഷ്ട്രീയക്കാരൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. ഈ ഗ്രൗണ്ടിനെ തൊട്ടറിയുന്നതിൻ്റെ ഈ പറയുന്ന ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഇതാണ് ഇത്. മറിച്ച് ഈ നേരത്തെ പറഞ്ഞ ഫാസിസത്തിനെതിരെ കൗണ്ടർ രൂപപ്പെടുത്തുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കിയ വിജയ് പരാജയപ്പെടുത്തുന്നത് ഇവിടെ നിന്നാണ്. ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം അതിൽ കൂടുതലായി ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ട, രാഷ്ട്രീയം എന്ന് പറയുന്നത് വേണ്ട സമയത്ത് ഇടപെടലാണല്ലോ. ഏറ്റവും സന്നിഗ്ധമായ അവസ്ഥയിൽ അദ്ദേഹത്തിന് വേണ്ടി വന്ന ഒരാൾക്കൂട്ടത്തിൻ്റെ അപകടം സംഭവിക്കുമ്പോൾ ഇടപെടാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ തുടരാനാവുക എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ.